നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കമ്പ്യൂട്ടറുകളിലെ CPU-യും റാമും ഒക്കെ മിന്നൽ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോഴും ചിലപ്പോൾ സിസ്റ്റം മൊത്തത്തിൽ പതിയെയാവുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇതിന് പിന്നിൽ ഒരു മെക്കാനിക്കൽ കാരണമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക് ഷെഡ്യൂളിംഗ് എന്ന ആശയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണിത് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നതെന്നും നമുക്ക് നോക്കാം. ഇതാണ് ആ കക്ഷി, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന HDD. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ അതിവേഗം കറങ്ങുന്ന കുറേ പ്ലേറ്ററുകളുണ്ട്. ആ പ്ലേറ്ററുകളിൽ നിന്ന് ഡേറ്റ വായിക്കാനും എഴുതാനും ഒരു കൈ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരു റീഡ് റൈറ്റ് ആമും. ഈ ചലിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും. അതെ, പ്രശ്നം ഫിസിക്സ് തന്നെയാണ്. കാരണം ഭൗതികമായി ചലിക്കുന്നൊരു ഭാഗത്തിന് ഒരു ഇലക്ട്രോണിക് സിഗ്നലിന്റെ വേഗതയുമായി മത്സരിക്കാനേ കഴിയില്ല. അതുകൊണ്ടുതന്നെ ഇലക്ട്രോണിക് മെമ്മറിയിൽ നിന്നോ CPU-വിൽ നിന്നോ ഡേറ്റ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് പതിയെയാണ് ഡിസ്കിൽ നിന്ന് ഡേറ്റ എടുക്കാൻ സാധിക്കുന്നത്. ഈ വേഗതക്കുറവ് ഒരു ബോട്ടിൽനെക്ക് പോലെയാണ്. അതായത് CPU എത്ര വേഗതയുള്ളതാണെങ്കിലും ഡേറ്റ കിട്ടാനായി ഡിസ്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തു ചെയ്യും? വരുന്ന ഓർഡറിലങ്ങ് റിക്വസ്റ്റുകൾ കൊടുത്താൽ ശരിയാവില്ല. ഈ വേഗത കുറഞ്ഞ ഹാർഡ്വെയറിനെ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഒരു നല്ല പ്ലാൻ വേണം. ഇവിടെയാണ് ഡിസ്ക് ഷെഡ്യൂളിംഗിന്റെ പ്രാധാന്യം. ഇവിടെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന സൂത്രം വരുന്നത്. അതായത് ഒരു പ്രോഗ്രാം ഡിസ്കിൽ നിന്ന് ഡാറ്റ വരാനായി കാത്തിരിക്കുമ്പോൾ CPU വെറുതെ ഇരിക്കില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ സമയം കൊണ്ട് CPU-വിനെ മറ്റേതെങ്കിലും പ്രോഗ്രാമിന്റെ ജോലി ഏൽപ്പിക്കും. ഇങ്ങനെ CPU-നെ എപ്പോഴും തിരക്കിലാക്കി നിർത്താൻ സാധിക്കും. ശരി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. എന്തുകൊണ്ടാണ് ഒരു ഡിസ്ക് ആക്സസ് ഇത്രയധികം സമയമെടുക്കുന്നത്? ഇതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മളൊരു ഫയൽ തുറക്കാൻ ക്ലിക്ക് ചെയ്യുന്നത് മുതൽ അത് സ്ക്രീനിൽ വരുന്നത് വരെയുള്ള സമയമാണ് ആക്സസ് ടൈം. ഈ സമയത്തിന് പിന്നിലെ പ്രധാന വില്ലന്മാർ രണ്ട് മെക്കാനിക്കൽ കാര്യങ്ങളാണ്. ഇതാണ് ആ രണ്ട് കാര്യങ്ങൾ: സീക്ക് ടൈമും റൊട്ടേഷണൽ ലേറ്റൻസിയും. ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതങ്ങൾ പ്രധാനമായും കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് കാലതാമസങ്ങളെയുമാണ്. ഇത് നമുക്കൊരു ലൈബ്രറിയുടെ ഉദാഹരണം വെച്ച് മനസ്സിലാക്കാം. സീക്ക് ടൈം എന്ന് പറയുന്നത് ലൈബ്രറിയിലെ ഒരുപാട് ഷെൽഫുകളിൽ നിന്ന് ശരിയായ പുസ്തക ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് പോലെയാണ്. റൊട്ടേഷണൽ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ ആ ഷെൽഫിൽ നിന്ന് കറക്റ്റ് പുസ്തകം കറങ്ങി നമ്മുടെ കയ്യിലെത്താൻ എടുക്കുന്ന സമയം പോലെയും. അപ്പോൾ ഈ താമസം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അത് മെക്കാനിക്കലാണ്. പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. അതിനാണ് അൽഗോരിതങ്ങൾ. ഏതൊരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനും ഈ 3 ലക്ഷ്യങ്ങളുണ്ട്: ആക്സസ് ടൈം കുറയ്ക്കുക, ബാൻഡ് വിഡ്ത്ത് കൂട്ടുക, പിന്നെ എല്ലാ റിക്വസ്റ്റുകൾക്കും ന്യായമായ പരിഗണന നൽകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സീക്ക് ടൈം കുറയ്ക്കുക എന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ആ ഡിസ്ക് ആമിന്റെ ഓട്ടത്തിലാണ്. ശരി, ഇനി നമുക്ക് കുറച്ച് അൽഗോരിതങ്ങൾ ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരേപോലെയുള്ള കുറച്ച് റിക്വസ്റ്റുകളെ ഓരോ അൽഗോരിതവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാം. ഇതൊരു ക്ലാസിക് പ്രോബ്ലമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് സ്ഥിരമായി കാണുന്ന ഒരു മോഡൽ. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് റിക്വസ്റ്റുകളുണ്ട്. ഹെഡ് ഇപ്പോൾ 53ാമത്തെ സിലിണ്ടറിലാണ്. ആദ്യത്തെ അൽഗോരിതം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. അതായത് ആദ്യം വന്ന റിക്വസ്റ്റിനെ ആദ്യം പ്രോസസ്സ് ചെയ്യുക. ന്യായമാണല്ലേ? പക്ഷേ ഇത് എപ്പോഴും കാര്യക്ഷമമാണോ? നമുക്ക് നോക്കാം. ഈ ചിത്രം കണ്ടോ? ഹെഡ് ഒരു ചിട്ടയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് നോക്കൂ. 53-ൽ നിന്ന് 98-ലേക്ക്, പിന്നെ അങ്ങ് 183-ലേക്ക്, അവിടെ നിന്ന് നേരെ 37-ലേക്ക്. ഒരു ഭ്രാന്തൻ ചാട്ടം. ഒരുപാട് സമയം വെറുതെ പോയി. അപ്പോൾ ആകെ മൊത്തം ഹെഡ് സഞ്ചരിച്ച ദൂരം എത്രയാണെന്നോ? 640 സിലിണ്ടറുകൾ. ഇതൊരു വലിയ സംഖ്യയാണ്. നമുക്കിത് ഇതിലും നന്നായി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അടുത്തത് സ്കാൻ അൽഗോരിതം. ഇതിനെ എലിവേറ്റർ അൽഗോരിതം എന്നും വിളിക്കാറുണ്ട്. കാരണം ഇതിന്റെ പ്രവർത്തനം ഒരു ലിഫ്റ്റ് പോലെയാണ്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ വഴിയിലുള്ള എല്ലാ നിലകളിലും നിർത്തി ഒരറ്റത്തെത്തിയ ശേഷമേ താഴേക്ക് വരൂ. അതുപോലെയാണ് ഇതും. ഇവിടെ നോക്കൂ, എന്തുമാത്രം ചിട്ടയായിട്ടാണ് ഹെഡ് നീങ്ങുന്നത്. ആദ്യം ഒരു ദിശയിലേക്ക്, അതായത് 0-ലേക്ക് നീങ്ങുന്നു. വഴിയിലുള്ള 37-ഉം 14-ഉം പ്രോസസ്സ് ചെയ്യുന്നു. ഒരറ്റത്തെത്തിയ ശേഷം മാത്രം തിരിഞ്ഞ് മറ്റേ ദിശയിലേക്ക് നീങ്ങുന്നു. FCFSലെ ആ ഭ്രാന്തൻ ചാട്ടങ്ങളൊന്നും ഇവിടെയില്ല. അപ്പോൾ ടോട്ടൽ മൂവ്മെന്റ് എത്രയായി? വെറും 236 സിലിണ്ടറുകൾ. ഓർക്കണം, FCFSൽ ഇത് 640 എന്തൊരു വ്യത്യാസം അല്ലേ? ഇതാണ് ഒരു നല്ല അൽഗോരിതത്തിന്റെ ശക്തി. അപ്പോൾ ഈ ടേബിളെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തരും. FCFSലെ എല്ലാവർക്കും നീതി കിട്ടും, പക്ഷേ പെർഫോമൻസ് കുറവാണ്. സ്കാനിൽ പെർഫോമൻസ് ഗംഭീരമാണ്,
പക്ഷേ ചിലപ്പോൾ ഡിസ്കിന്റെ അറ്റത്തുള്ള റിക്വസ്റ്റുകൾ കുറച്ചധികം നേരം കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യം വരാം. നമ്മുടെ പുതിയ ലാപ്ടോപ്പിലും SSDയിലുമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് കഥ മാറുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾക്ക്, അതായത് SSDകൾക്ക് ചലിക്കുന്ന ഭാഗങ്ങളേയില്ല. സീക്ക് ടൈം എന്നൊരു സംഭവമേ അവിടെ ഇല്ല. അതുകൊണ്ടുതന്നെ സ്കാൻ പോലുള്ള സങ്കീർണമായ അൽഗോരിതങ്ങൾക്ക് അവിടെ വലിയ റോളില്ല. സാധാരണയായി FCFS പോലുള്ള ലളിതമായ രീതികളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഡ്രൈവുകൾ തന്നെ കുറച്ചുകൂടി സ്മാർട്ടാണ്. പലപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറേ റിക്വസ്റ്റുകൾ ഒന്നിച്ച് ഡ്രൈവിന് കൊടുക്കും. പിന്നെ ഏറ്റവും നല്ല വഴി ഏതാണെന്ന് ഡ്രൈവ് അതിൻ്റെ ഉള്ളിലുള്ള സ്വന്തം ഷെഡ്യൂളർ ഉപയോഗിച്ച് തീരുമാനിക്കും. അപ്പോൾ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് എത്തിക്കുന്നത്. ഭാവിയിൽ ഈ ജോലി ആര് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാം നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ, അതോ സ്വന്തമായി ബുദ്ധിയുള്ള ഹാർഡ്വെയറോ? ഇതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണല്ലേ?